നമസ്കാരം, ഞാൻ മൃണാൾ. ഇങ്ങനൊരു കളറിലൊരു ദോശ വേറെ കിട്ടുമോ? എന്താ പാകല്ലേ? സോറി, അതിൻ്റെ ഇടയിൽ ഗുജറാത്തിൽ നിന്നൊരു കോൾ വന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നു. അതുകൊണ്ട് സാധനം ലേശം ലേറ്റായി പോയി. കണ്ട് പഠിക്ക്. നിങ്ങളോട് ഞാൻ 4 വട വരാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു ടോപ്പ് പൂരിയാ. രാവിലെ കിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ പണ്ട് സ്വാമിയുടെ കടയിൽ വരുമ്പോൾ ഒരു ലഡു ആണ് അവിടെ വെച്ചോളൂ. ഒരു ലഡു ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ലഡു ഉണ്ടോ? ഇല്ല. ബേക്കറി വേറെയാ അല്ലേ? സിമ്പിൾ സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റിരുന്നത് സ്വാമിക്ക് വരെ പ്രഷറായെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സാധനങ്ങളൊന്നും റെസ്റ്റോറൻറ്റിൽ കൊടുക്കാൻ പറ്റാതായി തുടങ്ങി എന്നുള്ള വിചാരം റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന് വന്നു തുടങ്ങി. എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു അത്രത്തോളം ഇൻസ്റ്റാഗ്രാമബിൾ ആണ്, അത്രത്തോളം വൈറലാവും, അത്രത്തോളം ആൾ വരും. കിടിലൻ മസാല. ആക്ച്വലി ഞാനിതിങ്ങനെ രൂപവും ഭാവവും മാറിയത് അറിഞ്ഞിരുന്നില്ല. ഞാൻ പഴയ ഇത് വിചാരിച്ചിട്ടാ. നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഹനുമാനുണ്ട്. വടമാലയാണ് ഹനുമാനിടുക. ഈ മാലയിടുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കണമെന്ന് പറയുമോ, ഈ വടയൊക്കെ ആരെ കഴിച്ചു തീർക്കുന്നത്? 1001 വടയൊക്കെയാണോ? ഭയങ്കര വലുതോ. 1001 വട ഒക്കെ ഇടും. 1001 വട എടുത്തിട്ട് വലിയൊരു പാത്രം സാമ്പാറിലിട്ടിട്ട്, അല്ലെങ്കിലും പല അമ്പലത്തിൻ്റെ മുമ്പിലും റെസ്റ്റോറൻറ്റിലെ മസാല ദോശയും വടയും സൂപ്പറായതുകൊണ്ടല്ല നമ്മൾ കഴിക്കുന്നത്. നമുക്ക് ആ ഒരു ഫീലിൻ്റെ പ്രശ്നം അത്. ഇപ്പം തൃശ്ശൂർ ഡെയിലി വടക്കുന്നാഥനെ തൊഴാൻ പോയിട്ട് ആ രാധാകൃഷ്ണയിലെ മസാല ദോശയിൽ ഒരു ഉണ്ടച്ചമ്മന്തി ഉണ്ട് അവിടെ. യെസ്, ഇത് പെർഫെക്റ്റ് വടയാണ്. കാപ്പിക്കൊക്കെ ആവശ്യത്തിന് മധുരമല്ലേ ഉള്ളൂ. അതാണ് അന്തസ്സുള്ള ആൾക്കാരാണ്. ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ലക്ഷണം സാമ്പാർ കുടിക്കാൻ പറ്റണം. കേരള സ്റ്റൈലാണ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇല്ലാത്തത് അല്ലേ? അപ്പം, വെജിറ്റബിൾ സ്റ്റൂ, പുട്ട്, കടല. ഇപ്പൊ തുടങ്ങിയൊന്നും പോരെ. അല്ലെങ്കിൽ മലയാളികൾക്ക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഒന്നുകിൽ ഇത് നോർത്ത് ഇന്ത്യൻ, മറ്റേ തന്തൂരി, മറ്റേ റൊട്ടി, നാന് പരിപാടി, അല്ലെങ്കിൽ ചാട്ട്, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കർണാടക. ഓട്ടെ, ഒരു കൈമ റൈസിലുണ്ടാക്കിയ ഒരു വെജിറ്റബിൾ ബിരിയാണി കിട്ടുമോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്? പിന്നെ ഒണിയൻ ഊത്തപ്പം, കരിഞ്ഞ ഒണിയൻ, അതങ്ങനെയാണ്. ആ ഉള്ളി കുറച്ച് കരിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാപ്പി കുടിച്ച് കഴിഞ്ഞ ഉടനെ ചായ കുടിക്കുന്നത് എന്താണെന്നറിയോ? ഞാനിവിടെ വന്നിട്ട് കുറേ വർഷമായി. പഴയ കുറേ സ്വാദുകളുണ്ട്. ഇങ്ങനത്തെയൊക്കെ കടകളിൽ നമ്മൾ ഓരോ തവണ ഓരോരുത്തരുടെ കൂടെയല്ലേ വരിക. ഇന്നിപ്പോൾ ഇവരുടെ 3 പേരുടെ കൂടെയാണ്. ഇനിയിപ്പോൾ എപ്പോൾ വരാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ചായ കുടിച്ച, ചായ ലഡുവും കഴിച്ച ദിവസമുണ്ട്. എന്നിട്ട് ഇങ്ങനല്ല, ബേക്കറിയുടെ അവിടെ അല്ലേ കുറേ ഓർമ്മകളുണ്ട്. ഇവിടുത്തെ ചില കോളേജുകളും. വേണ്ട, വിഷയത്തിൽ നിന്ന് തെന്നി മാറും.